2 ദിവസം കൊണ്ട് കൂടെ കൂട്ടിയതാണ്. മൂപ്പർക്ക് ഉടനെയൊന്നും എന്നെ വിട്ടുപോകാൻ ഒരു പ്ലാനും ഇല്ലാന്ന് തോന്നിയപ്പോഴാണ് ലാസ്റ്റ് ഞാൻ ആ തീരുമാനം എടുത്തത്. ഞാൻ മറ്റാരുടെയും കാര്യമല്ല പറഞ്ഞത്, പനിയുടെ കാര്യമാണ്. പനി മാത്രമാണെന്ന് പോട്ടെന്ന് വിചാരിക്കാം, ഇത് അതിൻ്റെ കൂടെ വൊമിറ്റിങ്ങും ഉണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്, അതിപ്പോൾ എത്ര വലിയ അസുഖമാണെങ്കിലും. രാവിലെ തന്നെ ഒരാളെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയുള്ള യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിൽ ഞാൻ കീഴടങ്ങി കൊടുക്കേണ്ടി വന്നു. ഒടുവിൽ അച്ഛനെയും കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പക്ഷെ ഈ പറയുന്ന പോരാളിയും ഇത് തന്നെയാണ്, എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകത്തില്ല. നേരെ കോന്നി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് രാവിലെ ഒരു 7 മണിയായി കാണത്തേ ഉള്ളൂ. വലിയ തിരക്കൊന്നും കാണില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു OP ടിക്കറ്റ് എടുക്കുന്നതിനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മതിയായി, അത്രയും ക്യൂ ആയിരുന്നു. അങ്ങനെ OP ടിക്കറ്റ് ഒക്കെ എടുത്ത് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് അവിടെ ഇല്ല. ഡോക്ടേഴ്സ് വരണമെങ്കിൽ 9 മണിയാവും അത്രേ. പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പാണ്. കാത്തിരിപ്പിനൊടുവിൽ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ എഴുതി വാങ്ങിച്ച് ഫാർമസിയിലെത്തിയപ്പോൾ ഫാർമസിയിൽ ആളില്ല. വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു ഫുഡ് കഴിക്കുകയാണെന്ന്. അങ്ങനെ ഒരു 1/2 മണിക്കൂർ മൊത്തത്തിൽ ഒരു ലാഗായിരുന്നു നിർത്തേണ്ടേ. പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയപ്പോൾ കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പകുതി എത്തിയപ്പോഴത്തേക്കും നല്ലൊരു മഴ. പിന്നെ ഒരു കടയിൽ കയറി നിന്ന് കുറച്ചു നേരം പ്രകൃതിരമണിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തി വൊമിറ്റിങ്ങിന്റെ ക്ഷീണം തീർക്കാനായിട്ട് ഒരു സ്വീറ്റിനെ അകത്താക്കി. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് എരിയുള്ള എന്തെങ്കിലും തിന്നാനും ഭയങ്കര ഒരു കൊതി. പ്രത്യേകിച്ച് പനിയുള്ളപ്പോൾ എനിക്ക് എരിയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അത് മസ്റ്റാണ്. അങ്ങനെ ഇപ്പിയും അകത്താക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ.